നമസ്കാരം. കിഫ്ബി പദ്ധതികളിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്ന സർക്കാർ നീക്കത്തിന് LDF പിന്തുണയും. CPIയുടെ എതിർപ്പ് അവഗണിച്ചാണ് മുൻപോട്ട് പോക്ക്. വൻകിട പദ്ധതികൾ വഴി ജനങ്ങൾക്ക് ദോഷം വരാത്ത നിലയിൽ വരുമാന സ്രോതസ് കണ്ടെത്തണമെന്നും കിഫ്ബിയുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും LDF സർക്കാരിനോട് സർക്കുലറിൽ ആവശ്യപ്പെട്ടു. ഫലത്തിൽ ഇത് ടോളിനുള്ള പച്ചക്കൊടിയായി മാറും. CPIയുടെ സെക്രട്ടറിയായി വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും ഉണ്ടായിരുന്നപ്പോൾ മുന്നണിയിലെ തീരുമാനങ്ങളിൽ CPIക്ക് നിർണായക റോൾ ഉണ്ടായിരുന്നു. ചന്ദ്രപ്പന് ശേഷം പന്ന്യൻ രവീന്ദ്രൻ CPIയെ നയിച്ചു. പിന്നാലെ കാനം രാജേന്ദ്രൻ വന്നു. കാനത്തിന്റെ മരണശേഷം ബിനോയ് വിശ്വത്തിനായി സെക്രട്ടറി പദം. എന്നാൽ പിണറായിയുമായി നേരിട്ട് വാദിക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ലെന്ന വിലയിരുത്തൽ CPIക്കുള്ളിൽ തന്നെയുണ്ട്. ഇതിന് ശക്തി കൂട്ടുന്നതാണ് കിഫ്ബിയിലും എലപ്പുള്ളിയിലുമുള്ള ഇടത് തീരുമാനം. വെളിയമാശാൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് മനസ്സിൽ CPIക്കാർ ഇപ്പോൾ ചിന്തിച്ചു പോവുകയാണെന്നതാണ് യാഥാർത്ഥ്യം. കിഫ്ബി ടോളുമായി ബന്ധപ്പെട്ട് LDFിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിരുന്നു. അത് LDFിൻ്റെ നയമല്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത്. CPIയും RJDയും അടക്കമുള്ള ഘടകകക്ഷികളും ഇക്കാര്യത്തിൽ തുടക്കം മുതലേ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ LDF യോഗത്തിൽ ഇത് ചർച്ച ചെയ്യാതെ സർക്കുലർ ഇറക്കുകയായിരുന്നു. ഇതിനോട് CPIയും RJDയും എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ഇടത് യോഗം CPI ആസ്ഥാനമായ MN സ്മാരകത്തിലാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇടത് യോഗത്തിൽ CPI തീരുമാനം പ്രതിഫലിക്കപ്പെടുമെന്ന് ഏവരും കരുതി. പക്ഷേ അവിടെയും പിണറായി വിജയൻ തന്നെ ജേതാവായി. ഇതാണ് ഇടത് സർക്കുലറിലും പ്രതിഫലിക്കുന്നത്. മദ്യനിർമ്മാണശാല അനുവദിക്കുമ്പോൾ ജലത്തിന്റെ വിനിയോഗത്തിൽ കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാൻ പാടില്ലെന്നും സർക്കുലറിൽ ആവശ്യപ്പെടുന്നു. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്കുള്ള അനുമതിയായി ഇതിനെ വ്യാഖ്യാനിക്കപ്പെടും. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഉന്നയിച്ച എതിരഭിപ്രായം തള്ളിയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ സർക്കുലർ പുറത്തിറക്കിയത്. കഴിഞ്ഞ ദിവസം MN സ്മാരകത്തിൽ ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ ബ്രൂവറിക്ക് അനുകൂല നിലപാടെടുത്തതിന് പിന്നാലെയാണ് CPIയുടെ എതിർപ്പ് അവഗണിച്ച് ടോളിനും പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. എല്ലാം CPM തീരുമാനിക്കുകയാണ് ഇടതുമുന്നണിയിൽ. കേരളത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. വൻകിട പദ്ധതികൾ വഴി ജനങ്ങൾക്ക് ദോഷം ചെയ്യാത്ത നിലയിൽ വരുമാന സ്രോതസ് കണ്ടെത്താൻ കഴിയണമെന്നാണ് LDF നേതൃത്വം ആവശ്യപ്പെടുന്നത്. കിഫ്ബിയെ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ മുൻ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ച് ടോൾ പിരിക്കുന്നത് ജനരോഷത്തിന് ഇടയാക്കുമെന്നാണ് CPI നിലപാട്. ഇതിനെ CPM അംഗീകരിക്കുന്നില്ല. കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മാർച്ച് 17-ന് 11 മണിക്ക് രാജ്ഭവന്റെ മുന്നിലേക്കും അസംബ്ലി മണ്ഡലങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിക്കും. രാജ്ഭവന് മുന്നിൽ 25,000 പേരെയും മണ്ഡലങ്ങളിൽ 5,000 പേരെയും അണിനിർത്തണമെന്നതാണ് നിർദ്ദേശം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം ഉറപ്പിക്കുന്ന തരത്തിൽ മുന്നണി സംവിധാനം ശക്തമാക്കണമെന്നും LDF നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഒരു കാരണവശാലും ബ്രൂവറി ആരംഭിക്കാൻ പ്രതിപക്ഷം അനുവദിക്കില്ലെന്ന് VD സതീശൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സാധാരണയായി CPIയെ AKG സെന്ററിൽ വിളിച്ചു വരുത്തിയാണ് അപമാനിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ബ്രൂവറി വിഷയത്തിൽ MN സ്മാരകത്തിൽ പോയി CPIയെ അപമാനിക്കുകയായിരുന്നു. നിലപാടില്ലാത്ത പാർട്ടിയായി CPI മാറി. അവരുടെ ആസ്ഥാനത്ത് പോയി അവരുടെ പാർട്ടി നിലപാടിന് വിരുദ്ധമായ തീരുമാനമാണ് മുഖ്യമന്ത്രി അടിച്ചേൽപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും തീരുമാനമാണ് LDFിലെ മറ്റു ഘടകകക്ഷികളുടെ മേൽ അടിച്ചേൽപ്പിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഒയാസിസ് കമ്പനി അഴിമതിയുടെ വഴിയിലൂടെയാണ് വന്നത്. കമ്പനിയുടേത് ഷേഡി പശ്ചാത്തലമാണ്. ഈ കമ്പനി കോഴ കേസിലും ഭൂഗർഭജലം മലിനപ്പെടുത്തിയ കേസിലും പ്രതിയാണ്. എലപ്പുള്ളി ഉൾപ്പെടെ പാലക്കാട് ജില്ല രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേരിടുന്ന പ്രദേശമാണ്. മലമ്പുഴ അണക്കെട്ടിൽ നിന്നും വെള്ളം നൽകുമെന്നാണ് പറയുന്നത്. എന്നാൽ വെള്ളം വറ്റി ക്യാച്ച്മെന്റ് ഏരിയയിൽ കന്നുകാലികൾ മേയുന്ന അവസ്ഥയിലാണ് മലമ്പുഴ അണക്കെട്ട്. വരണ്ടു കിടക്കുന്ന ഒരു പ്രദേശത്താണ് മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നത്. കമ്പനി പൂർണ്ണ തോതിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ദിവസേന 80 MLDL വെള്ളം വേണ്ടിവരും. കൊക്കോകോള കമ്പനിക്ക് ആവശ്യമായിരുന്നതിനേക്കാൾ കൂടുതൽ ജലം മദ്യനിർമ്മാണ കമ്പനിക്ക് വേണ്ടിവരുമെന്നും സതീശൻ പറഞ്ഞു.